കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പള്ളിവാതിൽക്കൽ, അതായത് യെരൂശലേം ദേവാലയത്തിൻ്റെ സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിൽക്കലിൽ കിടക്കുന്ന ഒരു മുടന്തൻ്റെ സൗഖ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നല്ലേ. ഈ 3-ാം അധ്യായത്തിൽ ഒരു മുടന്തൻ്റെ അടുക്കലേക്ക് പത്രോസും യോഹന്നാനും കൂടെ വരുന്നു. അപ്പം അവരിൽ നിന്ന്, പത്രോസിൽ നിന്ന് യോഹന്നാനിൽ നിന്ന് എന്തെങ്കിലും ഭിക്ഷ കിട്ടുമെന്ന് ചിന്തിച്ചാണ് ഈ മുടന്തൻ ഇവരെ നോക്കുന്നത്. എന്നാൽ പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് പറയുന്നൊരു വാചകമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ ഇടവരുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഇല്ല തരാൻ. ശ്രദ്ധിച്ചോ? അപ്പോൾ ഭിക്ഷക്കാരൻ ആഗ്രഹിക്കുന്നത് ഒരു ഇച്ചിരി, ഇല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഒരു 5 രൂപയോ 10 രൂപയോ ആയിരിക്കും അവരാഗ്രഹിക്കുന്നത്. അവർ വേറൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ ഭിക്ഷയാചിക്കാൻ നമ്മുടെ അടുക്കൽ വരുന്ന അവരുടെ ഹൃദയത്തിനകത്ത് നമ്മൾ 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ കൊടുക്കുമെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. സ്തോത്രം. എന്നാൽ അവരാഗ്രഹിക്കുന്ന 1 രൂപയെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ 2 രൂപയെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ ഒരു 5 രൂപ കിട്ടും എന്നൊക്കെ ചിന്തിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്. വളരെ നിസ്സഹായതയോടെ, വളരെ ദയനീയമായ അവസ്ഥയിലൊക്കെയാണ് അവർ നമ്മുടെ അടുക്കൽ വരുന്നത്. അപ്പം പത്രോസിനെയും യോഹന്നാനെയും ഈ ഭിക്ഷക്കാരൻ നോക്കിയത് എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിച്ചിട്ടാണ് നോക്കിയത്. എന്നാൽ പത്രോസ് യോഹന്നാൻ തിരികെ പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കണം: ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ വെള്ളിയോ പൊന്നോ ഇല്ല. സ്തോത്രം. അപ്പം എൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഒരു ഭിക്ഷ കൊടുക്കാനുള്ള ഒരു ശേഷി അവർക്ക് ആ സമയത്തില്ലായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവിടെ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണമേ. പത്രോസ് പറയുന്നൊരു വാചകമുണ്ട്: വെള്ളിയോ പൊന്നോ ഞങ്ങൾക്കില്ല, എന്നാൽ എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. അവൻ ആഗ്രഹിച്ചതൊരു ഭിക്ഷയാണെങ്കിൽ, എന്നാൽ അവർ കൊടുത്തത് ഭിക്ഷ ഒരിക്കലും യാചിക്കാത്ത രീതിയിലല്ല, ഒരു ദൈവിക സൗഖ്യം അവനിലേക്ക് കൈമാറുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അതിന് അവിടെ നടത്തിയൊരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, അവർ പറയുന്നൊരു വാക്ക് ഇതാണ്: ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഇല്ല, എന്നാൽ ഞങ്ങൾക്കുള്ള ഒന്നുണ്ട്, ആ നാമത്തിൽ നീ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ഇന്ന് സ്തോത്രം, ഒരു വീടോ അല്ല വലിയ ഒരുപാട് വസ്തുക്കളോ, ഒരു വീടോ കാറോ ഇല്ലെങ്കിൽ സൗഭാഗ്യങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ അവർക്കില്ലാതെ പോകുന്ന ഒന്നാണ് യേശു കർത്താവ്. സ്തോത്ര. എന്നാൽ ഒന്നുമില്ലാത്ത, അല്ല ഒരുപക്ഷെ വാടക വീട്ടിലോ ഇല്ലെങ്കിൽ ഒരു ചെറ്റ അല്ല കുടിലോ പാർക്കുന്നവനായിരിക്കാം. ഒരുപക്ഷെ നിനക്ക് വണ്ടിയില്ലായിരിക്കാം, അല്ല വീടില്ലായിരിക്കാം, ഒരു നല്ല സംവിധാനത്തോടു കൂടെയുള്ള ഒരു പാർപ്പിടം നിനക്കില്ലായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണമേ: ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ ഉള്ളത്തിനകത്ത് യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആരുണ്ട് ആരില്ല എന്നുള്ളതിലല്ല, എന്തൊക്കെ ഉണ്ടായിരുന്നാലും യേശു നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നാൽ സ്തോത്രമല്ലേ, എന്തൊക്കെ ഇല്ലാതിരുന്നാലും യേശു നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് വേറെയൊന്നുമില്ല. നമുക്ക് യേശുവിനെ കൈമാറാൻ കഴിയണം. ഇവിടെ ഈ പത്രോസും യോഹന്നാനും അല്ല സ്തോത്രം പറയുന്നൊരു വാക്കുണ്ട്: ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ തരാനില്ല, എന്നാൽ ഞങ്ങൾക്കുള്ള ഒന്നുണ്ട്, ആ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ. ആ പറഞ്ഞ വാക്കിൽ നിന്ന് അവർ ആ മുടന്തൻ്റെ വലം കൈക്ക് പിടിച്ചവൻ എഴുന്നേൽപ്പിച്ചു. അന്നു മുതൽ അവൻ സൗഖ്യത്തോടെ പിന്നത്തിൽ നടക്കുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതമേ മാറി, അല്ലേ? അല്ല സ്തോത്രം. അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്ക് അതീതമായി ഭിക്ഷയാചിച്ച് വന്നവന് 1 രൂപയോ 2 രൂപയോ 5 രൂപയോ കിട്ടുമെന്ന് വിചാരിച്ചു വന്നവന്, പക്ഷെ ഒരിക്കലും ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭിക്ഷയാചിക്കാൻ കഴിയാത്ത
കാണാത്ത രീതിയിലൊരു സൗഖ്യത്തെ ദൈവം അവൻ്റെ ജീവിതത്തിനകത്ത് കൽപ്പിപ്പാനിട വന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാവിയെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് വരെ ആയിരുന്ന അവസ്ഥയല്ല നാളെ മുതൽ, ഇല്ലെങ്കിൽ ഈ സമയം മുതൽ കർത്താവ് നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട് കർത്താവെ, അനേകരുടെ ജീവിതം മാറുന്ന ഒരു സന്ദേശമായി ഇത് മാറട്ടെ. അനേകരുടെ ഹൃദയത്തിലേക്ക് യേശു കർത്താവ് കയറി ചെല്ലുന്ന ദിവസമായിട്ട് ഈ ദിവസം മാറുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.